സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതാചാരപ്രകാരം നടത്തുന്ന ചടങ്ങുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പൊതുമാനദണ്ഡം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിശദമായ പഠനത്തിന് ശേഷമാണ് തീരുമാനമെന്നും അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ ABVP സംസ്ഥാന സെക്രട്ടറി U ഈശ്വരപ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഈശ്വരപ്രസാദ്, എന്തായാലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് സർക്കാരിൻ്റെ ഈ ഒരു നീക്കം. പ്രത്യേകിച്ച് നമുക്കറിയാം, കലാലയ രാഷ്ട്രീയം ഉൾപ്പെടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കൂളുകളിലെ അതിക്രമ രാഷ്ട്രീയങ്ങളൊക്കെ തന്നെയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങളിലേക്ക് കൂടി സർക്കാരിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ കൂടിയും ഇതിൻ്റെ പിന്നിലുള്ള നീക്കം എന്താണ് എന്നുള്ളൊരു കാര്യത്തിലൊരു വ്യക്തത വരികയാണ്. ഒരുപക്ഷെ കേവലം ഇത്തരം മതപരമായിട്ടുള്ള ചടങ്ങുകളെ നിയന്ത്രിക്കുക മാത്രമല്ല, ഇതിന് പിന്നിൽ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമുണ്ട്, മതപ്രീണനമാണ് ലക്ഷ്യമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? സമസ്ത കണ്ണൂരിട്ടി പേടിപ്പിച്ച സമയത്ത് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞത് എന്താ? മതങ്ങളല്ല ഇത് തീരുമാനിക്കേണ്ടത്, മതങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ ആള് സമസ്ത പറഞ്ഞ സമയത്തോടൊന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്ക് മാറ്റുന്നത് നമുക്ക് കണ്ടു. ഇപ്പോ ഈ വിഷയം നമ്മുടെ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതേപോലെ മതപ്രകടനം നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഗുരുപൂജ എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് വർഷങ്ങളായിട്ട് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ശ്രമിച്ചിട്ട് ഈ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോ അത്തരം ഒരു സംസ്കാരത്തെ ഇത്തരം കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് തകർക്കാമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നത് തീർത്തും നടക്കാത്ത കാര്യമാണ്. അത് ദുസ്വപ്നം മാത്രമാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വീരവാദം അടിക്കുന്ന സമയത്ത് ഈ ചില മതങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മന്ത്രി ചെയ്യുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനും കൂടി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ ഭരിക്കുന്ന സമയത്തെല്ലാം ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിൽ ഭാരതത്തിന്റെ സംസ്കാരത്തിനെതിരെ ഇത്തരം നിബന്ധനകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മതത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ സംസ്കാരത്തിനെതിരെ കൈകൊണ്ടാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ EU ഈശ്വരപ്രസാദ്, മറ്റൊരു കാര്യം കൂടി, ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തെ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കാസർഗോഡ് സരസ്വതി സ്കൂളിൽ നടന്ന ആ ഒരു ഗുരുപൂജയുമായി ബന്ധപ്പെട്ടുണ്ടായ സൈബർ ആക്രമണം അവരെ വളരെ വലിയ രീതിയിൽ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കി. ഒരുപക്ഷെ മറ്റ് ജില്ലകളിലെ സ്കൂളുകളിലൊക്കെ തന്നെയും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെയും ആശങ്കപ്പെടുന്ന അതാണ്. ഇത്തരത്തിലുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഈ പറയുന്നത് പോലെ തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് കൃത്യമായൊരു വിദ്യാഭ്യാസം വേണം, അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രബോധങ്ങൾ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ആ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു ആശങ്ക തന്നെയാണ്. ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതിലൂടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെ കിട്ടുന്ന ആ ഒരു അറിവ് നിഷേധിക്കപ്പെടുമോ ഒരു ആശങ്ക കൂടിയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്ന രക്ഷിതാക്കളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മൂല്യമുള്ള വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് തങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ വളരണമെന്ന ആഗ്രഹത്തോട് വിചാരിച്ച് ഇത്തരം വിദ്യാലയങ്ങൾ വിടുന്നത്. ആ സമയത്ത് അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ മാത്രമല്ല, നമുക്കറിയാം DVS പോലുള്ള സംഘടനകളെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇതിനെ വേട്ടയാടുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഇതിനപ്പുറത്ത് എത്രയോ വലിയ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടി മരിക്കുന്ന സംഭവം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് ഒരു വിഭാഗത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടില്ല. നമുക്കറിയാം, ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മാത്രമല്ല ഒട്ടനവധി വിദ്യാർത്ഥി വിഷയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന സമയത്ത് അതിനെയെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റ് ആൾക്കാരുടെ കയ്യടി മേടിക്കാം അല്ലെങ്കിൽ ചില ഒരു മതവിദ്വേഷം ഉണ്ടാക്കി തീർക്കാൻ വേണ്ട ശ്രമമാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്, ഈ സമൂഹത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതികരണവും സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഇത്തരം ഭാരതീയ മൂല്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു മന്ത്രി വിചാരിച്ചാലും നടക്കില്ല. അത് തീർച്ചയായും എതിർക്കപ്പെടും. ശക്തമായ മുന്നേറ്റം അതിനെതിരെയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതിന് ABVP നേതൃത്വം നൽകും. വളരെയധികം നന്ദി EU ഈശ്വരപ്രസാദ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്തായാലും ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ശക്തമായൊരു പ്രതിഷേധം കൂടി അലയടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു വിഷയത്തെ വളരെയധികം ഗുരുതരമായി തന്നെ വേണം നമ്മൾ നോക്കിക്കാണേണ്ടത്. കേവലം ഒരു നിയന്ത്രണം എന്നതിലുപരി സർക്കാരിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇത്തരത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്,
പ്രീണനം തന്നെയാണ് ഇവിടെ വരുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇനി എപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമാണുള്ളത്. വിഷ്ണു, അത് തന്നെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളുടെ നിലവാരം, ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം. ആ നിലവാരത്തിൽ കേരളം ആദ്യ 5 പേരുടെ പട്ടികയ്ക്കുള്ളിൽ നിന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ ഇത്തവണ ആ പട്ടിക വന്നപ്പോൾ 14ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ ആ നഷ്ടമായ നില മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകാനുള്ള സഹായങ്ങൾ നേടിയെടുക്കാനോ സർക്കാർ ശ്രമം നടത്താതെ, കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പണം കണ്ടെത്താനുള്ള ശ്രമം നടത്താതെ സർക്കാർ ചിന്തിക്കുന്നത് മറ്റ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുമാണ് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ ഒരു മതപ്രീണനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ 3 മാസം മാത്രമേ അകലമുള്ളൂ. ആ 3 മാസത്തിനുള്ളിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ കഴിയുമോ അതെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് വിദ്യാഭ്യാസ വകുപ്പും കുടപിടിക്കുന്നതാണ് ഈ നീക്കത്തിൻ്റെ പിന്നിൽ നിന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. ABVP ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, ABVPയുടെ സംസ്ഥാന ഭാരവാഹി പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധം ABVP ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെ സഹായം, കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ അടക്കമുള്ള പദ്ധതികളിൽ കേരളം ഒപ്പുവെക്കാത്തത് അടക്കമുള്ള കാര്യങ്ങളിൽ വിവാദമായ ചർച്ചകളും വിവാദ പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ കാര്യം എന്നോണം ഈ ഒരു കാര്യത്തിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം അതിലൊരു അന്തിമ തീരുമാനമെടുക്കാനുള്ള സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. എന്തായാലും വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തുമെന്നുള്ളതിൽ സംശയമില്ല. മതസംഘടനകൾ, പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകൾ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.